പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ സ്നേഹമുള്ളവരെ, നമുക്കൊരു ദൈവവചനം കേട്ടുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കാം. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 2-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പത്രോസ് ഇത് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ദൈവവചനം കേൾക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങൾ എവിടെയായിരുന്നാലും നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഓർക്കുകയാണ്, കുറച്ചേറെ നാളുകൾക്ക് മുമ്പ് വലിയൊരു ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന അവസരത്തിൽ ഒരിക്കൽ ഞാൻ വചന ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സഹോദരൻ എന്നെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം അനേകം ക്രിമിനൽ കേസിൽ പ്രതിയാണ്. എങ്ങനെയോ പരോളിൽ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എന്നെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം യാദൃശ്യമായിട്ടാണ് അവിടെ വന്നതെങ്കിലും എനിക്ക് തോന്നുന്നു യാദൃശ്യമായിട്ടായിരിക്കാൻ സാധ്യതയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ കൊണ്ടുവന്നതായിരിക്കാം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും മറക്കാതെ, വർഷങ്ങൾ പിന്നിട്ടിട്ടും എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇവിടെ വന്ന് ഞാൻ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്താണെന്നറിയത്തില്ല, എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി, നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഞാൻ ആരുടെയും മുമ്പിൽ കരഞ്ഞിട്ടില്ല. എനിക്ക് കരയുന്ന ഇഷ്ടമല്ല. എൻ്റെ കുടുംബത്തിലും ആരുടെയും മുമ്പിൽ ഞാനങ്ങനെ കരയാറുമില്ല. എനിക്ക് കരയുന്ന ഇഷ്ടവുമില്ലായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജീവിച്ചത്. ഞാൻ ആരോടും എൻ്റെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയാറില്ല, ചോദിക്കാറുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവം എൻ്റെ. അത് തെറ്റെന്ന് പറഞ്ഞാൽ എതിർക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സഹോദരനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടു. ആദ്യം അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു. ദൈവവചനം പറയുന്നു, അപ്പോസ്തല പ്രവർത്തനം 2:37 പറയുന്നു, ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. ഹൃദയത്തിന് നുറുക്കലുണ്ടാവും വചനം കേൾക്കുമ്പോൾ. അതിനുശേഷം ഞാൻ എന്ത് തീരുമാനിക്കുന്നോ അത് ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനം കേൾക്കുമ്പോൾ ഈ 2 അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കണം സ്നേഹമുള്ളവർ. ഒന്ന്, ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ TV-യിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയായിരുന്നാൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു നുറുങ്ങൽ, ഒരു 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 വല്ലാത്തൊരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ അഹങ്കാരം നഷ്ടപ്പെടുന്നൊരവസ്ഥ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ, ഈ വചന ശുശ്രൂഷ എവിടെ ഇരുന്ന് ആരെല്ലാം കേൾക്കുന്നുണ്ടോ അവരിലേക്കെല്ലാം ആത്മാവ് കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അവരിലേക്ക് നിറഞ്ഞു വന്ന് അവരിലേക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും ദൈവ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ കൃപ കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധയുടെയും മധ്യസ്ഥവും നേടുകയും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെ മേൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം, ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ തന്നെ ഈ ധ്യാന ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ ധ്യാന മന്ദിരങ്ങളിലും കേൾക്കുന്ന ആദ്യത്തെ ഒരു ടോക്ക്, ആദ്യത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നീ ഏത് അവസ്ഥയിലും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ഞാൻ ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് പോലും എൻ്റെ മനസ്സിൽ അന്ന് കേട്ട ആ ദൈവസ്നേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനോമുഖരത്തിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും കണ്ടെത്തേണ്ടത്, ഈ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ചില അപകടങ്ങളെക്കുറിച്ചൊക്കെയാണ് കണ്ടെത്താൻ പോകുന്നത്. ദൈവവചനം പറയുന്നു, 1 യോഹന്നാൻ 4:8 നമ്മൾ കേട്ടിട്ടുണ്ട്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവസ്നേഹം നിറയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപ നമ്മളിലേക്ക് ഒഴുകുന്നതിൻ്റെ പേരിലാണ്. ഇതെങ്ങനെ ലഭിക്കുമെന്നും റോമ 5:5 പറയുന്നുണ്ട്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുകയാണ്. ഒരുപക്ഷെ ഈ എപ്പിസോഡ്, ഈ ശുശ്രൂഷ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും നാം പോലും അറിയാതെ ദൈവത്തിൻ്റെ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നിറയുന്നതായിട്ട് ഒരനുഭവം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും. കാരണം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ ഉള്ളിലേക്ക് നിറയും. ഒരുപക്ഷെ നമ്മൾ വചനം കേൾക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും മറ്റ് ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുമ്പോഴും ഒക്കെ ഈ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നുണ്ട്. ഈ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയാണ്.
നിങ്ങളൊരു ഈ കാലഘട്ടം നോക്കുമ്പോൾ അറിയാം, ഒരുപാട് പേര് ജീവിതം അവസാനിപ്പിച്ച വ്യക്തികളെ കാണാൻ സാധിക്കും. ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന ഒത്തിരി വ്യക്തികളെ കാണാൻ സാധിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒരു മനുഷ്യന്റെ പ്രത്യാശ എപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോൾ അതിൻ്റെ നേരെ എതിരായ നിരാശ ഹൃദയത്തിലേക്ക് കടന്നു വരും. നിരാശ കടന്നു വരുമ്പോൾ അവന് ജീവിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നിയാല പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കണമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും. അപ്പോൾ നിരാശ മാറാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പ്രത്യാശ കൊണ്ട് നിറയുക. ഈ പ്രത്യാശ എങ്ങനെ ലഭിക്കും? ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുക. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചിന്തിക്കുമ്പോൾ, ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്നേഹമുള്ളവരെ, രണ്ടു തരം സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഒന്നാമത്തെ സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഒരു കരുണയുടെ സ്നേഹമാണ്. അതെല്ലാവർക്കും ലഭിക്കും, എനിക്കും നിങ്ങൾക്കൊക്കെ. കാരണം ദൈവത്തിന്റെ സ്നേഹം കരുണാമയമാണല്ലോ. തൻ്റെ മക്കളോട് മാതാപിതാക്കൾക്ക് വാത്സല്യം തോന്നുന്ന പോലെ തന്നെ നമ്മളോട് ദൈവത്തിന് വാത്സല്യം തോന്നാം. അത് കരുണയാണ്, കരുണയുടെ സ്നേഹമാണ്. എങ്കിൽ ആ കരുണയുടെ സ്നേഹം ആ കാര്യസാധ്യത കഴിഞ്ഞു കഴിഞ്ഞാൽ തീരും. എങ്കിൽ കൃപയുടെ സ്നേഹം കിട്ടിയ വ്യക്തികൾ ഒരിക്കലും മാറിപ്പോകത്തില്ല. ഈ കൃപയുടെ സ്നേഹത്തിന്റെ ആ കൃപ ലഭിച്ച വ്യക്തികൾ ദൈവത്തോട് എപ്പോഴും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. നമുക്ക് ബൈബിളിൽ കാണാം, പൗലോസ് അപ്പസ്തോലൻ ഈ കൃപയുടെ സ്നേഹത്തിൽ നിറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെയൊക്കെ ഏറെ സ്പർശിച്ചൊരു വാക്കാണ്. അത് റോമ 8:35 പറയുന്നുണ്ട്, ദൈവസ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ദുഃഖമോ, ക്ലേശമോ, പട്ടിണിയോ, ആപത്തോ, മരണമോ, വാളോ? ഒന്നിനും സാധ്യമല്ല. കാരണം ദൈവത്തിന്റെ കൃപാസ്നേഹത്തിൽ നിറഞ്ഞ വ്യക്തി ദൈവത്തോട് എന്തുമാത്രം പ്രതിസന്ധി ഉണ്ടായാലും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഈ കൃപാസ്നേഹത്തിൽ നിറഞ്ഞൊരു വ്യക്തിയുടെ ജീവിതം നമ്മൾ കേൾക്കുമ്പോൾ അറിയാം, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും ആ ദൈവസ്നേഹം കൃപയുടെ സ്നേഹമാണെങ്കിൽ മാറിപ്പോകത്തില്ല. കരുണയുടെ സ്നേഹമാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ, അവന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കഴിയുമ്പോൾ മെല്ലെ മാറിപ്പോകും. അപ്പൊ എന്തു വന്നാലും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട അവസ്ഥ. അബ്രഹാം കൃപാസ്നേഹത്തിൽ നിറഞ്ഞൊരു വ്യക്തിയാണ്. സ്നേഹമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ ആ കടലോര പ്രദേശങ്ങളിലെ അടുത്തൂടെ ഒരു മനുഷ്യൻ കാവി വസ്ത്രമൊക്കെ എടുത്ത് ഒരു സൈക്കിളേൽ വചനോത്സവം മാസിക കെട്ടിവെച്ചോണ്ട് ഇങ്ങനെ അനേകം ദൂരം ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഈ വചനോത്സവം കൊടുക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അതുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു കപ്പലിലെ ക്യാപ്റ്റനായിരുന്നു. ഒരുപാട് നാൾ അദ്ദേഹം വളരെ സുഖിമാനായിട്ട് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയായിരുന്നു, എന്തുമാത്രം ആഡംബരത്തിൽ ജീവിക്കാവോ അതേ രീതിയിൽ ആഡംബരത്തിൽ ഞാൻ ജീവിക്കുമായിരുന്നു. അതിനൊക്കെ എല്ലാ സാഹചര്യങ്ങളും ചുറ്റുപാടും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ധ്യാനം കൂടി ദൈവസ്നേഹത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചത്. അത് കഴിഞ്ഞപ്പം ഈ ലോകം തരുന്ന ആഡംബരങ്ങളൊക്കെ ഉച്ഛിഷ്ടമായിട്ട് അദ്ദേഹം ദൂരെ കളഞ്ഞു. എന്നിട്ടൊരു കാവ്യ വസ്ത്രം ധരിച്ച് ഒരു ജുബായും ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു സൈക്കിളിൽ അദ്ദേഹം ചുറ്റി നടന്ന് അദ്ദേഹം വചനോത്സവം കൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചു, അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതമായിട്ട് എന്തുണ്ട് വ്യത്യാസം? എന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു സ്നേഹം, ഒരു സന്തോഷം എത്ര വലുതാണെന്ന് അറിയാവോ? എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയുടെ സ്നേഹം ലഭിച്ചവരുടെ കുറച്ച് ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൃപയുടെ സ്നേഹം ലഭിച്ചവൻ, ആ സ്നേഹത്തിൽ നിന്നവൻ, അതൊരു സ്നേഹം എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്. നമുക്കറിയാം, മദർ തെരേസയുടെ ഒക്കെ ജീവിതം ഇത് ഒരു സമർപ്പണത്തിന് മാർഗമായി മാറ്റിയത് ഈ കൃപാസ്നേഹം ലഭിച്ചപ്പോഴാണ്. മദർ തെരേസയുടെ അടുത്ത് കൽക്കട്ട വെച്ച് ഒരു ജർമ്മൻ വനിത എന്ന് ചോദിച്ചു, മദർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ എത്ര മഹത്തരമാണ്. ഒരുപക്ഷെ എനിക്ക് ലക്ഷക്കണക്കിന് പ്രതിഫലം തന്നാൽ പോലും ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് മദർ ചെയ്യുന്നത്. അപ്പോൾ മദർ ആ വനിതയോട് പറഞ്ഞു, സഹോദരി, എനിക്ക് കോടിക്കണക്കിന് രൂപ തന്നാലും എനിക്കും ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാ? ഉടനെ മദർ പറഞ്ഞു, ദൈവത്തിന്റെ സ്നേഹം എന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളൊരു ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞാൽ നമുക്ക് നന്മ ചെയ്യാൻ ഒരു പ്രേരണ നാം പോലും അറിയാതെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായി വരികയാണ്. എന്നിട്ട് പലരോടും മദർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്തുമാത്രം ആതുര സേവനം ചെയ്താലും ശരി, എന്തുമാത്രം നന്മകളും ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്താലും ശരി, അവരിൽ നിന്ന് അവഗണനയും കുറ്റപ്പെടുത്തലുകളും മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. എന്നാലും നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണമെന്നാണ് പറയുന്നത്. വീണ്ടും നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 19:19 ഏലിയ എന്ന പ്രവാചകൻ ഏലീഷ എന്ന വ്യക്തിയെ കാണുന്നത് ഒരു പാടത്ത് വെച്ചാണ്. അതും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ
അത് കാളകളെ ഉഴുതി മറിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് ഏലിയ ഏലീശയെ കാണുന്നത്. ഏലീശ ഉടനെ ഏലിയയുടെ പുറകെ ചെന്നു. ഒറ്റ ഡിമാൻഡ് മാത്രമേ ഏലീശ വെച്ചുള്ളൂ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ കണ്ട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോരട്ടെ. ഏലിയ പറഞ്ഞു പോകണ്ടെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. പക്ഷെ ഏലീശയ്ക്ക് തോന്നിയില്ല. ദൈവം വിളിച്ചു എന്നുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങിച്ചെന്ന് താൻ പണി ചെയ്തുകൊണ്ടിരുന്ന ആ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് ജനങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ഏലിയായെ സമീപിച്ചു എന്നാണ് പറയുന്നത്. ഏലിയയുടെ പുറകെ വന്നു എന്നാണ് പറയുന്നത്. ഇതൊരു സമർപ്പണത്തിന്റെ മനോഭാവമാണ്. അതുപോലെ നമുക്കറിയാൻ സാധിക്കും, പലരുടെയും ജീവിതം ഈ ദൈവത്തിന് മുമ്പിൽ ഈ സമർപ്പിച്ചു കഴിഞ്ഞാൽ പഴയതെല്ലാം മാറിപ്പോകുന്നു. ഒരിക്കലും പട്ടാളക്കാരൻ പറഞ്ഞതാ, തനിക്ക് ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹം സുവിശേഷ വേലയ്ക്കായി വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി, താൻ പട്ടാളത്തിൽ സേവനം ചെയ്തതിൻ്റെ എല്ലാ പേപ്പേഴ്സും തൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതും വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരുപക്ഷെ ഞാൻ അവിടെ എൻ്റെ സുവിശേഷ വേല പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മറ്റ് പെൻഷനോ എന്തെങ്കിലും മേടിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് തോന്നിച്ചു, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹം അവിടെ വെച്ച് തന്നെ പേപ്പർ കീറിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം തൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനത്തിൽ പറയുന്നു, പത്രോസ് അന്ത്രയോസ് തൽക്ഷണം വല ഉപേക്ഷിച്ചു. പിന്നീടല്ല, തൽക്ഷണം വല ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. മത്തായി 4:22 പറയുന്നു, യാക്കോബ് യോഹന്നാൻ തൽക്ഷണം വല ഉപേക്ഷിച്ചു. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ കൃപാസ്നേഹം ലഭിച്ച ഒരു വ്യക്തി അതൊരു സമർപ്പണത്തിന്റെ മാർഗത്തിലേക്ക് പോകും. അവന്റെ ജീവിതം അവന്റെ ചുറ്റുപാടും എല്ലാം മറന്ന് ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു മനോഭാവമാണ് ഈ കൃപാസ്നേഹം ലഭിച്ച വ്യക്തിയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കുന്നത്, സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ഒരു ജീവത്യാഗമാണ്. ദൈവവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15:13 പറയുന്നു, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ല. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. 1942 കാലഘട്ടത്തിലാണല്ലോ 2-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. ആ സമയത്ത് ജർമ്മനി ഭരിച്ചിരുന്നത് ഹിറ്റ്ലർ ആയിരുന്നു. ഹിറ്റ്ലർ അനേകം യഹൂദരെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഭാഗമൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനേകരെ വധിക്കുവാൻ വേണ്ടി, വളരെ ക്രൂരമായിട്ട് വധിക്കുവാൻ വേണ്ടി നിരനിരയായിട്ടിരിക്കുമ്പോൾ അതിലൊരാള് അവിടെ കിടന്ന് നിലവിളിക്കുന്നു, എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന്. അദ്ദേഹത്തിന് നിലവിളി കേട്ട് ആ തടങ്കൽ പാളയത്തിൽ അന്നുണ്ടായിരുന്ന ഒരു പുരോഹിതന്റെ പേര്, വിശുദ്ധനായ പുരോഹിതൻ മാക്സിമില്യൻ ഗോൾവേ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ മാറ്റിക്കോ, അദ്ദേഹത്തിന് വരെ എന്നെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കാണ്ട് മുന്നോട്ട് വന്ന ആളാണ് മാക്സിമില്യൻ ഗോൾവേ. അവിടെ പറയുന്നുണ്ട്, സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായ ഒരു മനുഷ്യന്റെ അവസ്ഥ. വീണ്ടും നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 10:11 പറയുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഒരു പരിചയവുമില്ലാത്തവർക്ക് വേണ്ടി ഇന്ന് എത്രയോ പേര് തൻ്റെ കിഡ്നി ദാനം ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ഹൃദയം, തൻ്റെ കണ്ണുകൾ, തൻ്റെ കരള് ഒക്കെ ദാനം ചെയ്യുന്ന ഒത്തിരി പേരെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറയുക, എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു, കൊടുക്കണമെന്നൊരു തോന്നൽ തോന്നിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു പരിചയമില്ലാത്തവർക്കാണ് ഇത് കൊടുക്കാൻ സാധിച്ചത്. അത് വലിയ ഒരു ത്യാഗമാണ്. ഈ ത്യാഗം ലഭിക്കാൻ കാരണം സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപാസ്നേഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് കൊടുക്കുവാനുള്ള ഒരു വലിയ പ്രേരണ പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. അപ്പോൾ സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒത്തിരി പേരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനമാണ് പോകേണ്ടത്. നമുക്കറിയുന്ന കേരളത്തിൽ ഒത്തിരി പേര് അവരുടെ മനസ്സിൽ അങ്ങനെ കൊടുക്കുവാനുള്ളത് എന്ന് പറഞ്ഞാൽ ജീവൻ പോലും കൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം അവരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, സ്നേഹം ഒരു ഉത്തരവാദിത്തമാണ്. 1 യോഹന്നാൻ 4:12 പറയുന്നുണ്ട്, ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും അവരെ സഹായിക്കുമ്പോഴും അവരെ തലോടുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. നമുക്ക് ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ 3 രീതിയിലുള്ള ഉത്തരവാദിത്വം കാണും. ഒന്ന്, എനിക്ക് എന്നോട് തന്നെ ഒരു ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് എന്നോടൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയും വട്ടവും ഒക്കെ ഉണ്ടായിരിക്കും, ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഞാൻ എഴുന്നേൽക്കുന്ന കാര്യവും എൻ്റെ ജോലിയുടെ കാര്യവും എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്ത കാര്യവും ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ ഭംഗിയായിട്ട് ചെയ്യേണ്ട കാര്യമൊക്കെ അത് എൻ്റെ കയ്യിലെ ഉത്തരവാദിത്തമാണ്.
ഈ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പം എനിക്ക് എന്നോടൊരു ബഹുമാനവും സ്നേഹവും തോന്നുകയാണ്. ഇതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. യെശയ്യാ 43:4 പറയുന്നുണ്ട്, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ്. അപ്പൊ ദൈവം പറയുന്നുണ്ട്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയങ്കരനാണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നണം, ഞാൻ പ്രിയപ്പെട്ടവനാണ്. എൻ്റെ പേരിനെ കുറിച്ചും എൻ്റെ വീടിനെ കുറിച്ചും എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം വേണം. അതുപോലെ തന്നെ ഞാൻ വാക്കു പാലിക്കുന്നവനായിത്തീരണം. ഒരു സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് ചെല്ലാനൊക്കെ സാധിക്കുന്നത് അതൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് എന്നോട് തന്നെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എൻ്റെ ജോലികളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ന് പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ അറിയാം, അവർ പറയുന്നൊരു കാര്യമാണ്, അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ പലപ്പോഴും മറ്റുള്ളവർ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാം, പക്ഷേ അവനവൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്യണം. പഠിക്കുന്നൊരു കുട്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ മറ്റു വല്ലതും ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഉത്തരവാദിത്വം ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. ഒരപ്പനാണെങ്കിൽ അപ്പൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്യേണ്ടത് അപ്പൻ്റെ കടമയാണ്. ഒരമ്മയാണെങ്കിൽ അമ്മയുടെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്യേണ്ടത് അമ്മയുടെ കടമയാണ്. അതുപോലെ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്വം അത് ഭംഗിയായിട്ട് ചെയ്യേണ്ടത് അവരുടെ കടമയാണ്. എനിക്ക് എന്നോട് തന്നെ ഒരു ഉത്തരവാദിത്വം വേണം. രണ്ട്, എനിക്ക് ദൈവത്തോടൊരു ഉത്തരവാദിത്വം വേണം. ദൈവമാണ് എനിക്കിതെല്ലാം തന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും ദൈവീക കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അത് കൃപയുടെ സ്നേഹം കിട്ടിയൊരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കും. എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ചിത്രമാണ്, നമ്മുടെ പരമോന്നത കോടതി സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിരുന്നൊരു വ്യക്തി. അദ്ദേഹം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, ജഡ്ജി ആയിരുന്ന സമയത്ത് പോലും അദ്ദേഹം പള്ളിയിൽ കയറി ആ പള്ളിയിലെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹം അത്ര ഉന്നത നിലയിൽ എത്തിയിട്ട് പോലും അദ്ദേഹത്തിന് മനസ്സിൽ കൃപാസ്നേഹം നിറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ആ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് വലിയൊരു സംതൃപ്തിയും സന്തോഷവും അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. അപ്പോൾ ദൈവീകമായ കാര്യങ്ങളിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യത്തിലാണേലും ഗായസംഘത്തിലൊക്കെ പാട്ടുപാടുകയാണേലും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതും അത് ദൈവീകമായ ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഉത്തരവാദിത്വമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ, സഹോദരന്മാർക്ക് വേണ്ടി ഉത്തരവാദിത്വം ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉത്തരവാദിത്വങ്ങൾ അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ മനസ്സിൽ ഒരു കൃപാസ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ളൊരു മനസ്സ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ സ്നേഹം ഒരു ഉത്തരവാദിത്വമാണ്. അടുത്തത്, സ്നേഹം ഒരു മറക്കലാണ്. എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നല്ലോ. ഒരുപക്ഷെ സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം മറക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് വചനം പറയുന്നു, ജെറമിയ 31:34 പറയുന്നു, അവരുടെ പാപം ഞാൻ ഒരിക്കലും മനസ്സിൽ വയ്ക്കുകയില്ല. ഇപ്പം ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും ഒരു തുള്ളി കണ്ണുനീര് മതി അതെല്ലാം മറക്കാൻ. അതെല്ലാം മാഞ്ഞു പൊക്കോളൂ എന്നാണ് പറയുന്നത്. നമ്മൾ എന്തുമാത്രം പാപം ചെയ്താലും അത് ദൈവം മനസ്സിൽ വയ്ക്കുകയില്ല. പലരും സംസാരിക്കാൻ നേരത്ത് പറയുന്നുണ്ട്, ദൈവം എന്നോട് ക്ഷമിക്കുവോ, ദൈവം എന്നെ അത് ഓർക്കുവോ, ഞാൻ എന്തുമാത്രം തെറ്റ് ചെയ്തു. നിങ്ങളൊരു ദൈവത്തിൻ്റെ സ്നേഹം ഒരു മറക്കലാണ്. അതേ രീതി തന്നെയാണ് നമുക്കും വേണ്ടത്. ഒരിക്കൽ സഹോദരി സംസാരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു ഓർക്കുകയാണ്, ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ അമ്മയും കൂടെ ചേർന്ന് ഈ സ്ത്രീയെ ക്രൂരമായി കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചു. ഭക്ഷണത്തിൽ വിഷമൊക്കെ കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ട് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ പോലീസ് കേസായി കഴിഞ്ഞപ്പോഴത്തേന് ഇവരെ ശിക്ഷിക്കേണ്ട രീതിയായി. തെളിവൊക്കെ ഇവർക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പോയി ധ്യാനം കൂടി വന്നിട്ട് പറഞ്ഞു, സാറേ കേസൊന്നും വേണ്ട, ഞാൻ ക്ഷമിച്ചാക്കാന്ന് പറഞ്ഞു. അതിനുശേഷം അവർ കുറച്ചു കാലം കഴിഞ്ഞ് സംസാരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ പോലും പണ്ടത്രത്തോളം കട്ടിയില്ല ബ്രദർ, ഒത്തിരി കുറഞ്ഞു പോയി. കാരണം ഞാനത് മനസ്സിൽ നിന്ന് മറക്കാൻ സാധിച്ചു. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു, പറയാ ദൈവത്തിന്റെ സ്നേഹം അതിലും വലുതല്ലേ. ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് മറക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഗബ്രായർ 10:17 പറയുന്നു, അവരുടെ പാപങ്ങൾ ഒരു കാരണവശാലും ഞാൻ ഓർക്കുകയില്ല. അപ്പോൾ നമ്മളെ ദ്രോഹിച്ചവരായിരിക്കാം, അപമാനിച്ചവരായിരിക്കാം, അവരോടും ക്ഷമിക്കാൻ സാധിക്കുന്നത് ഈ കൃപയുടെ സ്നേഹം നിറയുമ്പോഴാണ്. അഞ്ചാമത്തെ കാര്യം, സ്നേഹം കരുണാമയമാണ്. മത്തായിയുടെ സുവിശേഷം 5:7 പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വീണ്ടും മത്തായിയുടെ സുവിശേഷം 14:14 പറയുന്നുണ്ട്, ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് അവരോട് അനുകമ്പ തോന്നി. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അനുകമ്പ തോന്നുന്നു, ഒരു കരുണ തോന്നുന്നു ഒക്കെ ഈ കൃപാസ്നേഹത്തെ നിറയുമ്പോഴാണ്. ഈയിടെ ഞാനൊരു ആശ്രമത്തിൽ ചെന്നു, ഈ പാവങ്ങളെയൊക്കെ നോക്കുന്നൊരു ആശ്രമത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ആശ്രമം നടത്തുന്ന ആൾ പറയുമായിരുന്നു, ഇവിടെ രോഗികൾക്ക് കിടക്കാൻ ഒരു കട്ടിൽ പോലും ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു മോനെ കൊണ്ട് അമ്മ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. അവരെ പറഞ്ഞു വിടാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു എങ്ങനെയും കടത്താം എന്ന് പറഞ്ഞ് ആ കട്ടിലേക്ക് കയറ്റി കടത്തി.
പതയം പറയാം, അവരെ കണ്ടപ്പോൾ എനിക്ക് അനുകമ്പ തോന്നുന്നു. നമുക്ക് പാവപ്പെട്ട ഒരു വ്യക്തികളെ കാണുമ്പോൾ അനുകമ്പ തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ കൃപയുടെ സ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ്. ഇനി അടുത്ത കാര്യമാണ് സ്നേഹം പങ്കുവെക്കലാണ്. സുഭാഷിതം 3:27 പറയുന്നു, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അർഹതപ്പെട്ടവർക്ക് നിഷേധിക്കരുത്. അത് ഒരു പങ്കുവയ്യാണ്. നമുക്കറിയാം സക്കേവൂസിന്റെ ലൂക്ക 19:8 പറയുന്നുണ്ട്, സക്കേവൂസ് പറഞ്ഞു, എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു രക്ഷ കൈവരാൻ സാധിച്ചു. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് തന്നത് പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് സന്തോഷമാണ്. ചിലർക്ക് അത് പങ്കുവെക്കാൻ സാധിക്കും. പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ സ്വത്ത് മാത്രമല്ല കേട്ടോ, നമുക്കുള്ളതെല്ലാം. ഒരുപക്ഷെ നമ്മുടെ ബ്ലഡ് ആയിരിക്കാം, നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം ഭയങ്കരമാണ്. നമ്മുടെ കഴിവായിരിക്കാം. ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന എല്ലാം പങ്കുവെക്കുമ്പോൾ കിട്ടുന്നിടത്തോളം ആനന്ദം ജീവിതത്തിൽ ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ മേഖലയിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ കൃപ തന്നത്, ആ കൃപ നമ്മൾ ഒഴുക്കുമ്പോഴാണ് വലിയൊരു അഭിഷേകം നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്നേഹമുള്ളവരെ, കൊളോസൂസ് 3:14 പറയുന്നു, സർവോപരി എല്ലാത്തിനെയും കൂട്ടിയിണക്കി പരിപൂർണമായി ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുക. അപ്പോൾ എല്ലാത്തിനെയും കൂട്ടിയിണക്കാനും എല്ലാവരെയും പരിപോഷിക്കുവാനും ഈ ദൈവത്തിൻ്റെ സ്നേഹം, ഈ കൃപയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ഞാൻ ഈ പറയുന്ന 6 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കട്ടെ. ഒരുപക്ഷെ സമർപ്പണമായിരിക്കാം, ജീവത്യാഗമായിരിക്കാം, പങ്കുവയ്യായിരിക്കാം. ഏതെങ്കിലും ഒരു മേഖലകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആർക്കും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. സ്നേഹമുള്ളവർ, കേവലം ദൈവത്തിൻ്റെ സ്നേഹം ഒരു കരുണാമയത്തിലേക്ക് ഒതുങ്ങാതെ ഒരു കൃപയുടെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഓടി നടന്ന് ദൈവത്തെ കൊടുക്കുവാനും അനേകരുടെ കണ്ണീരൊപ്പുവാനും അനേകരെ സഹായിക്കാനും സാധിക്കണം. അപ്പോഴാണ് ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് മറ്റുള്ളവരെ തുറന്നു കാണിക്കാൻ സാധിക്കുന്നത്. അതിനുള്ള കൃപാവരം നമുക്ക് ഏവർക്കും തരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളിലേക്കെല്ലാം ഈ സ്നേഹത്തിൻ്റെ കൃപ ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള അഭിഷേകം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് കുരിശിൽ ചൊരിഞ്ഞ അതേ രക്തം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാനും അനേകര് ദൈവത്തെ അറിയുവാനും അത് പങ്കുവെക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ മോക്ഷവാസികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഏറ്റുപറയുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.